ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏകാദശി ദിനത്തിൽ നടത്തിയിരുന്ന ഉദയാസ്തമന പൂജ മാറ്റാൻ ദേവസ്വത്തിന് അവകാശമില്ല എന്ന് കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്. ദേവപ്രശ്നം വെച്ച് മാറ്റേണ്ടതല്ല ഉദയാസ്തമന പൂജ. ക്ഷേത്രത്തിന് അധികാരം തന്ത്രിക്ക് മാത്രമല്ല തന്ത്രി കുടുംബത്തിനുമുണ്ടെന്നും കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ജനം ടിവിയോട് പറഞ്ഞു. ഏകാദശി ദിനത്തിൽ നടത്തിയിരുന്ന പൂജ അന്ന് നടത്തണമെന്നും കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ആവശ്യപ്പെട്ടു. തൃശ്ശൂരിൽ നിന്ന് ആനത്ത് പുത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണും. വിശ്വപ്രസിദ്ധ വാസ്തുവിദഗ്ധൻ ശ്രീ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ് ഇപ്പോൾ നമ്മോടുകൂടി ചേരുന്നത്. തിരുമേനി, ഈ ഉദയാസ്തമന പൂജ അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ നൂറ്റാണ്ടുകളായിട്ട് ഏകാദശി ദിനത്തിൽ നടന്നിരുന്ന ഉദയാസ്തമന പൂജയാണ് ഇപ്പോൾ മാറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ദേവസ്വം എത്തിയിട്ടുള്ളത്. എന്താണ് ആദ്യ പ്രതികരണം? സാധാരണ ക്ഷേത്രങ്ങളിൽ ഈ അഭിവൃദ്ധിക്ക് ഒരു നിയമേനച എന്ന് പറഞ്ഞിട്ട് ഭാഷ പറയും. നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രതിഷ്ഠ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവ സമയത്ത് തന്ത്രി ആ നട അടയ്ക്കുന്നതിന് മുന്നേ ഊരാളൻ ജനപദത്തിലുള്ള ഭക്തര് ഒക്കെ കൂടിയിട്ട് ഒരു നിശ്ചയമുണ്ട്. അതിന് പ്രതിജ്ഞ എടുക്കുക എന്നാണ് പറയുക. ക്ഷേത്ര തന്ത്രിയാണ് പ്രതിജ്ഞ എടുക്കുക. അത് ഭക്തജനങ്ങളുടെയും ഊരാളൻ്റെയും നിർദ്ദേശത്തോടു കൂടി ഇനി ക്ഷേത്രത്തിൽ നിത്യനിദാനം എന്തൊക്കെ ചെയ്യാം, അതായത് നിത്യം ചെയ്യേണ്ട പൂജകളുടെ ക്രമം, അതിനുപയോഗിക്കാവുന്ന പുഷ്പങ്ങളുടെ ക്രമം, അന്നന്ന് നിവേദിക്കേണ്ടതിൻ്റെ ക്രമം, അതാണ് നിത്യനിദാനം എന്ന് പറയുന്നത്. പിന്നെ വാർഷികമായിട്ട് അല്ലെങ്കിൽ കൊല്ലത്തിൽ പ്രത്യേക ദിവസങ്ങളിൽ ചെയ്യേണ്ട പൂജാതി കർമ്മങ്ങൾ, പ്രതിഷ്ഠാ ദിവസമാണെങ്കിൽ ഇന്നതൊക്കെ പ്രത്യേകിച്ച് ചെയ്യണം. ഉത്സവമാണ് വെച്ചാൽ ആ ഉത്സവത്തിനനുസരിച്ച് ഇന്നതൊക്കെ വേണം. അപ്പോൾ ആ ഉത്സവത്തിൻ്റെ 10 ദിവസം എത്ര ദിവസമായതിന് ആ ദിവസങ്ങൾ മുഴുവനുള്ള ഒരു വ്യക്തത വരുത്തും. അതാണ് നിയമേന എന്ന് പറയുന്നത്. അതാണ് തീരുമാനിക്കുന്നത്. അത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ആ ക്ഷേത്രത്തിനെ സംബന്ധിച്ച് ഒരു പ്രത്യേക ദിവസം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പ്രത്യേക ദിവസത്തിന് ചെയ്യും. അതാണ് ഇവിടെ ഗുരുവായൂർ ഏകാദശി, വൃശ്ചികമാസത്തിലത്തെ ആ ഏകാദശിയുടെ പ്രാധാന്യം. അപ്പം ആ ഏകാദശി ദിവസം ഗുരുവായൂരപ്പൻ്റെ ഒരു പ്രത്യേക ദിവസമാണ്. അതുകൊണ്ട് അന്ന് ഇന്നന്ന വഴിപാടുകൾ, ഇന്നന്ന പൂജകൾ വേണമെന്ന് അന്നത്തെ കാലത്ത് തന്നെ നിശ്ചയിച്ചതാണെന്നാണ് സങ്കല്പം. അപ്പം ഇപ്പം നിശ്ചയിച്ചതല്ല. അന്ന് പറയണ കേട്ട് ഇവിടുത്തെ ക്ഷേത്രം ആരാ പ്രതിഷ്ഠിച്ച എന്താണെന്നുള്ളത് ഇപ്പോൾ ഗുരുവായൂർ പ്രതിഷ്ഠിച്ച് ഗുരുവായൂരപ്പൻ തന്നെ പ്രതിഷ്ഠിച്ചാന്നൊക്കെയാണല്ലോ വെപ്പ്. അപ്പോൾ ആ പ്രതിഷ്ഠിക്കുന്ന സമയത്ത് നിശ്ചയിച്ചിട്ടുള്ളതാണ്. പറഞ്ഞ കേൾക്കണത് ശങ്കരാചാര്യരാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഇങ്ങനൊരു പൂജാക്രമം. ആ പൂജാക്രമം നിശ്ചയിച്ചതിൽ പ്രത്യേകിച്ച് ഗുരുവായൂർ ഉദയാസ്തമന പൂജ വേണമെന്ന് തീരുമാനിച്ചു. ആ തീരുമാനിച്ച് മുടങ്ങാതെ കണ്ടിരിക്കാൻ വേണ്ടി പറയപ്പെടുന്നത് ചെർളയം രാജാവിനെ ആ ചുമതല ഏൽപ്പിച്ചു. ആ ചെർളയം രാജാവാണ് 971 വരെ നടത്തി വന്നിരുന്നത്. പിന്നെ ഇന്നത്തെ കാലസ്ഥിതി അനുസരിച്ച് ബില്ല് മുതലായ കാരണം അവർക്ക് അതിനുള്ള സാഹചര്യം പോരാന്ന് പറഞ്ഞിട്ട് അവർ അത് നിർത്താച്ച അത് തുടരണം. അതിന് ദേവസ്വത്തിന് തന്നെ ഏൽപ്പിച്ചു. അപ്പോൾ ദേവസ്വമാണ് അന്ന് ഏറ്റത്. എല്ലാ ഗുരുവായൂർ ഏകാദശിയുടെ അന്ന് ആ പ്രത്യേക ദിവസം ഉദയാസ്തമന പൂജ നടത്തിക്കോളാം എന്ന് ഏറ്റിട്ടുള്ളത്. അതുകൊണ്ട് അവർക്ക് അത് മാറ്റാനുള്ള അവകാശമില്ല. ആ പൂജ പണ്ട് കാലത്ത് നിശ്ചയിച്ചത് അത് മാറ്റം വരുത്തുന്നത് ഈ നിയമേനച എന്ന് പറഞ്ഞാൽ ആ നിയമം, അല്ലെങ്കിൽ അതൊരു ആചാരം തന്നെയാണ്, അല്ലാണ്ട് ആചാരമല്ല എന്ന് പറയാൻ പറ്റില്ല. ആ ആചാരം വഴിപാടൊന്നുമല്ല. ആ ആചാരം നിത്യനിദാനത്തിൽ പെട്ടതും കൊല്ലം ആണ്ടൃതി എന്നൊക്കെ പറയും. ഒരു കൊല്ലത്തിൽ ചെയ്യേണ്ട പ്രത്യേക പൂജകളും എന്തിനാ ചൈതന്യവർദ്ധനവിന്. ഉത്സവം ചൈതന്യവർദ്ധനത്തിനുള്ളതാണ്. ദിവസം ചെയ്യേണ്ട പൂജയും അതെ. അപ്പോൾ ദിവസം ചെയ്യേണ്ട പൂജയുടെ ഒരു ക്രമം, അത് കഴിഞ്ഞാൽ കൊല്ലത്തിൽ ആഘോഷമായിട്ടോ ഇല്ലെങ്കിൽ പ്രത്യേക പൂജകൾ നടത്തേണ്ട ക്രമം, ഇതെല്ലാം അവിടെ നിശ്ചയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഏകാദശി ദിവസം ഇന്ന പൂജകൾ ചെയ്യുക, ഇന്ന ഇതിൽ ഉത്സവം നടത്തുക, എഴുന്നള്ളിക്കുക, അങ്ങനെയുള്ളതൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പം അതിൽ ഒന്നും മാറ്റം വരുത്തുന്നത് മുമ്പിലത്തെ തീർച്ച പ്രകാരം അല്ലെങ്കിൽ അന്നത്തെ പ്രതിജ്ഞ പ്രകാരം
മാറ്റുന്നത് ശരിയല്ല. അത് ദേവന് ഹിതാവുന്ന ഒട്ടും അഭിപ്രായമില്ല എന്നർത്ഥം. ഈ ഭക്തജനങ്ങളുടെ ഒരു ബുദ്ധിമുട്ട് കാരണമാണ് ഇത്തരത്തിൽ മാറ്റുന്നത് എന്നാണ് ദേവസ്വത്തിന്റെ ഒരു വിശദീകരണം. അതായത് 5 തവണ നടയടക്കേണ്ടി വരുന്നു എന്നൊക്കെ. എന്താണ് അതിനോടുള്ളൊരു? അതിപ്പോൾ സാറിനെ പറ്റില്ല. നമ്മളിപ്പോൾ നടയടച്ച ആ സമയത്ത് ഇപ്പോൾ ദിവസം പൂജയുണ്ട്. ആ പൂജ സമയത്ത് നമുക്ക് തൊഴണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. അതിനനുസരിച്ച് ഭക്തജനങ്ങൾക്ക്, അല്ലാണ്ട് ദേവൻ്റെ ഇത് മാറ്റിയിട്ട് ഭക്തജനങ്ങളെ തുറന്നു വിടാനുള്ളതല്ല. അപ്പോൾ ദേവൻ്റെ പൂജാകർമ്മങ്ങൾ അതാണ് ദേവൻ്റെ എല്ലാവർക്കുള്ള അനുഗ്രഹത്തിന് പ്രത്യേക ചൈതന്യ സ്വരൂപമായി മാറണത്. അതിൽ കുറവ് വരുത്തിയാൽ അത് ഭക്തജനങ്ങൾക്ക് തന്നെ ദോഷം. അപ്പോൾ ഭക്തജനങ്ങളുടെ സൗകര്യത്തിന് അടയ്ക്കാനും തുറക്കാനും പൂജ ചെയ്യാനും ഉള്ളതല്ല ക്ഷേത്രങ്ങൾ. അത് തന്ത്രനിശ്ചയവും അന്നനിശ്ചയം അനുസരിച്ച് തന്നെ വേണമെന്നർത്ഥം. ഈ തന്ത്രിയുടെ ഈ സമ്മതപ്രകാരമാണ് ഇത്തരത്തിലൊരു പൂജ മാറ്റിയിട്ടുള്ളത്. പക്ഷെ തന്ത്രി കുടുംബം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിലും പോയിട്ടുണ്ട്. അതെ, അത് പറയണ കേൾക്കാണ്ട്. അതിപ്പോൾ സാധാരണ ഒരു തന്ത്രി കുടുംബത്തിലേക്ക് തന്ത്രം ഏൽപ്പിച്ചാൽ ചുമതല ആ തന്ത്രി കുടുംബത്തിനാണ്. അപ്പോൾ ആ കുടുംബത്തിൽ പ്രത്യേകിച്ച് അന്നത്തെ കാരണവര് നടത്തി വരുന്നു എന്നേ ഉള്ളൂ. അത് കൃത്യമായി തെറ്റുകൂടാതെ ആ പരിചരണം അല്ലെങ്കിൽ ആ നിയമേനജ എന്ന് പറഞ്ഞ കാലത്തിനും സമയത്തിനും ദിവസത്തിനും അനുസരിച്ച് ചെയ്യേണ്ടത് തുടർന്ന് നടത്തേണ്ട ചുമതല തന്ത്രി കുടുംബത്തിനാണ്. കുടുംബത്തിൽ ആര് നടത്തും എന്നുള്ള അവിടെ ചോദ്യമില്ല. കുടുംബത്തിൽ ഒരു അംഗമായാലും അത് നടത്താം, സംശയമൊന്നുമില്ല. അങ്ങനെ സംശയമുള്ളത് അവർ കുടുംബമായിട്ട് ഒന്നിച്ച് ആലോചിച്ച് ചെയ്യണം വേണ്ടത്. അല്ലാണ്ട് ഇപ്പോൾ ഒരാൾ നടത്തേണ്ട വെച്ചാൽ അങ്ങോരുടെ അല്ല അമ്പലം നടത്തം അല്ലെങ്കിൽ തന്ത്രം കുടുംബത്തിൻ്റെ ആ വ്യക്തിയുടെ അല്ല. അപ്പം അങ്ങനെ ഒന്ന് നിശ്ചയിക്കണ അത്ര ശരിയാന്ന് ഒട്ടും പറയാൻ പറ്റില്ല എന്നർത്ഥം. പിന്നെ ഒരു കാര്യം, ഇത്തരത്തിലൊരു നൂറ്റാണ്ടുകളായിട്ടുള്ള ഒരു ആചാരത്തിൽ ഒരു മാറ്റം വരുത്തുമ്പോൾ ഈ ദേവപ്രശ്നം വെച്ച് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആചാര്യന്മാരെ അങ്ങനെ ഇതിന് ദേവപ്രശ്നം പറ്റില്ല. പ്രശ്നം വെച്ച് മാറ്റേണ്ടതല്ല. പിന്നെ ഒരു കണക്കിന് ഒരു തരത്തിൽ മാറ്റം വരുത്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും കാരണത്താൽ ഒരു നവീകരണ കലശം ക്ഷേത്രത്തിലെ ഒട്ടാകെ പുനരുദ്ധരിച്ച് അതിന് നവീകരണം എന്നാ പറയുക. ആ നവീകരണ സമയത്ത് ചിലപ്പോൾ അത് മാറ്റാറുണ്ട്. പല ക്ഷേത്രങ്ങളിലും അങ്ങനെ ഒരു പതിവുണ്ട്. ആ സമയത്ത് ഇതേമാതിരി തന്നെ കലശം കഴിഞ്ഞ് അല്ലെങ്കിൽ പ്രതിഷ്ഠ കഴിഞ്ഞ് പുറത്തു വന്നാൽ പ്രതിജ്ഞ എടുക്കും. അപ്പം അന്ന് മുതൽക്ക് ആ പ്രതിജ്ഞ പ്രകാരം നടന്നാൽ മതി. അല്ലാണ്ട് ഒരു ദിവസം വിളിച്ചാൽ ഒരു പ്രശ്നം വെച്ചിട്ട് നടത്തേണ്ട ഒരു ഇതല്ല ഈ മാറ്റം എന്നർത്ഥം. അതാണ് പ്രത്യേകിച്ച് പറയണത്. എന്തായാലും ഈ കേസ് കോടതിയുടെ പരിഗണനയിലാണ്. ഡിസംബർ 11-ാം തീയതിയാണ് ഏകാദശി വരുന്നത്. അപ്പോഴേക്കും അത് നടക്കുന്നത് തന്നെയാണോ പ്രതീക്ഷ? അങ്ങനെയാണോ വേണ്ടത്? എന്നൊക്കെ കഴിഞ്ഞ കൊല്ലം ഉണ്ടായില്ലോ. അതൊക്കെ കഴിഞ്ഞ കൊല്ലം ഉണ്ടായിട്ട് പിന്നെ അന്ന് ശരിയായിട്ട് നടത്തിയില്ലോ. തലേദിവസം നടത്തിയെങ്കിലും പിറ്റേ ദിവസം ഉണ്ടായി എന്നർത്ഥം. അപ്പം അതേപോലെ ഇത്തവണയും അത് ശരിയാവുമെന്ന് വിചാരിക്കുക. അതല്ലേ അനുഗ്രഹം നമുക്കൊക്കെ. അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ. ബാക്കി ഗുരുവായൂരപ്പൻ്റെ ഹിതമനുസരിച്ച് നടക്കും. അതേ പറയാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. അതായത് ഈ നൂറ്റാണ്ടുകളായി നടന്നു വന്നുകൊണ്ടിരുന്ന ഈ ഏകാദശി ദിനത്തിലെ ഉദയാസ്തമന പൂജ അന്ന് തന്നെ നടത്തണമെന്നാണ് എല്ലാവരുടെയും ഒരു പൊതു അഭിപ്രായം.